നല്ല വണ്ടിയാണ്. ബോഡി ഷേപ്പ് ഉണ്ട്, സ്ക്രാച്ചസ് ഇല്ല, ഒന്നുമില്ല. ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. അപ്പോൾ അങ്ങനെ നല്ല മൈലേജിൽ ഒരു ഓട്ടോമാറ്റിക് കാർ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു മോഡലാണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത്. നല്ല മൈലേജും കിട്ടും, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് ഉണ്ട്. ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടി. അല്ല, ഇതിപ്പോൾ എത്ര കൊടുക്കാം? 2019 സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. ഓക്കെ, നല്ല വൃത്തിയുള്ള വണ്ടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഏകദേശം 10-30 യൂസ്ഡ് കാറുകൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. വന്നിരിക്കുന്ന ഷോറൂം കോഴിക്കോട് കാർ ആൻഡ് ബൈക്കിലാണ്. വെസ്റ്റ് ഹിൽ അത്താണിക്കലാണ് സ്ഥലം വരുന്നത്. കോഴിക്കോട് വെസ്റ്റ് ഹിൽ അത്താണിക്കൽ, കോഴിക്കോട് കണ്ണൂർ റൂട്ടിലായിട്ട്. അപ്പോൾ ആ 30 വാഹനങ്ങളുടെ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ അറിയാൻ നമുക്ക് ഷാഹിദിനെ സ്വാഗതം ചെയ്യാം. ഷാഹിദ്, സുഖമല്ലേ? എങ്ങനെ കഴിഞ്ഞ വീഡിയോസിന്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല റെസ്പോൺസ് ആയിരുന്നു. കുറെ വെഹിക്കിൾസ് നമുക്ക് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇനി കുറെ എൻക്വയറി ഉണ്ടായിട്ടുണ്ടല്ലേ? ഓക്കെ. നമ്മുടെ പ്രേക്ഷകരെ കൂടുതലും അതെ ടീമിലേക്ക് ഒരുപാട് കണ്ടുവരുന്ന ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 വർഷത്തെ വാറണ്ടി, പിന്നെ RSA റോഡ് സൈഡ് അസിസ്റ്റ്, വണ്ടി എവിടെ വഴിപ്പെട്ടാലും പെട്രോൾ തീർന്ന് വഴിപ്പെട്ടാലും ഹെൽപ്പിന് ഇവരെത്തും. അതാണ് ഓൾ ഇന്ത്യ ലെവലിൽ നിങ്ങൾക്ക് ആ ഒരു സൗകര്യം ലഭിക്കുന്നുണ്ട്. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പിന്നെ അത് 2 വർഷം വാറണ്ടി കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്വാളിറ്റി വെഹിക്കിൾസ് ആണ്. അതുകൊണ്ട് എടുക്കുന്ന ആളുകൾക്ക് കൂടുതൽ ടെൻഷനൊന്നും വേണ്ട. നേരെ പെട്രോൾ അടിക്കുക, ഓടുക, അത്രേ ഉള്ളൂ. സർവീസ് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സർവീസ് ചെയ്തിട്ടാണ് വണ്ടി കൊടുക്കുന്നത് അല്ലേ? ഓക്കെ. അതാണ്. അതേപോലെ തന്നെ ഈ ഒരു സ്റ്റോക്ക് ഇയർ എൻഡിങ് സെയിലാണ്, സ്പെഷ്യൽ സെയിലാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. അപ്പോൾ ആ ഒരു വിലയിൽ തന്നെ നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം. അതെ, അത് റേറ്റ് നമുക്ക് ചെറിയ നെഗോസിയേഷനും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് ഈ വീഡിയോയിൽ കാണിച്ചാൽ തീരാതെ അത്രയും വണ്ടികളുണ്ട്. അതിൽ കുറച്ച് മാക്സിമം ഉൾക്കൊള്ളിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ റെസ്റ്റോറൊക്കെ മൊത്തത്തിൽ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ബാക്കി നമുക്ക് കസ്റ്റമേഴ്സ് നേരിട്ട് വരിക, അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്താൽ നമുക്ക് ഡീറ്റെയിൽ അയച്ചു കൊടുക്കാം. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഫോട്ടോസ് എല്ലാം അയച്ചു തരും. ഓക്കെ. എന്തൊക്കെ സ്പെഷ്യൽ ഓഫർ ഇപ്പോൾ നടക്കുന്നുണ്ട്? ഈ മാസത്തെ ഓഫർ ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. ഗോൾഡ് കോയിൻ കഴിഞ്ഞ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഇയർ എൻഡിങ് ആണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ വണ്ടിയുടെ വില മൊത്തം പുതിയ വണ്ടിക്ക് എല്ലാത്തിനും ചിലപ്പോൾ മാറ്റം വരും. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു വണ്ടി സ്വന്തമാക്കാൻ സാധിക്കട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. ഓക്കെ. ആദ്യ വാഹനം ഫോക്സ് വാഗൺ പോളോ, നല്ല റെഡ് പോളോ, KL 45 രജിസ്ട്രേഷനിൽ കിടക്കാണ്. എങ്ങനെയാണ് ഷാഹിദ്? 2016 വണ്ടി, കംഫർട്ട് ലൈൻ, സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. കിലോമീറ്റർ 92,000 കിലോമീറ്റർ, 1 വർഷം നമ്മുടെ വാറണ്ടി ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറണ്ടി ഉണ്ട്. 92,000 ഓടി. പെട്രോൾ വണ്ടി. ഓക്കെ. വേറെ പണികളൊന്നും കിട്ടത്തില്ല. ഡീസലാകുമ്പോൾ കുറച്ച് മെയിൻ്റനൻസ് കൂടും. പെട്രോൾ ആകുമ്പോൾ അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട. 1.2 ലിറ്ററാണ് വരിക. ഏകദേശം ഒരു 13-15 റേഞ്ച് മൈലേജും കിട്ടും. പവർഫുൾ ആണ് വണ്ടി, പവർഫുൾ ആണല്ലേ? നല്ല കളർ റെഡ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു കളർ പോളോയില്. ഒരു പ്രശ്നങ്ങളില്ലല്ലോ? ചെറിയ സ്ക്രാച്ച് ഉണ്ട് ബമ്പറിന്റെ മുകളിൽ. അത് ഞങ്ങൾ ചെയ്യും, കാരണം വണ്ടി വന്നതേ ഉള്ളൂ. ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കൂല? ചെയ്തിട്ടേ കൊടുക്കും. ഓക്കെ, അത്രേ ഉള്ളൂ. റേറ്റും വലിയ റേറ്റ് ഇല്ല. 490 കൊടുക്കാം. 490. അത് ലാസ്റ്റ് ആയിട്ടാണോ എങ്ങനെയാണ്? നെറ്റ് റേറ്റ് ചെറിയ രീതിയിൽ നമുക്ക് എന്തെങ്കിലും വർക്കൗട്ട് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പോൾ 4,90,000 രൂപയ്ക്ക് ഒരു സ്വിഫ്റ്റിന്റെ വില പോലും ആകുന്നില്ല അല്ലേ? 2016 പോളോ നിങ്ങൾക്ക് സ്വന്തമാണ്. 1.2 ലിറ്റർ പോളോ. ഓക്കെ. നിലവിൽ ഒരു മെക്കാനിക്കൽ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ? വാറണ്ടി അണ്ടർ വാറണ്ടി ഉണ്ട്. ഓക്കെ. RSA കിട്ടും. 1 ഇയർ. അടുത്ത വണ്ടിയിലേക്ക് പോകാം അല്ലേ? അടുത്തൊരു ഓട്ടോമാറ്റിക് വാഹനം, ഒരു ചെറിയ ഓട്ടോമാറ്റിക് വാഹനമാണ്. അൾട്ടോ K10 1000 cc വാഹനം, KL 16 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. ആറ്റിക്കൻ 2015 മോഡല്, സിംഗിൾ ഓണർ വണ്ടി കേട്ടോ. കിലോമീറ്റർ വരുന്നത് 51,000 കിലോമീറ്റർ. ലോ കിലോമീറ്റർ ആണ്. VXI ആണ് വേരിയന്റ് വരുന്നത്. അന്നത്തെ ഫുൾ ഓപ്ഷൻ AMT ഗിയർ ബോക്സ് ആണ് വരിക. നല്ല ടയേഴ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല ടയേഴ്സ് ഉണ്ട്. നല്ല വൃത്തിയുണ്ട്. മീൻസ് വേറെ മേജർ പരിക്കുകളൊന്നും ഇല്ല വണ്ടിക്ക്. അപ്പോൾ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത്യാവശ്യം മൈലേജ് ഉണ്ടാകും കേട്ടോ. ഒരു 17 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും. 16-17 റേഞ്ചിൽ മൈലേജും കിട്ടുന്ന നല്ലൊരു ഓട്ടോമാറ്റിക് കാറാണ്. പവറും ഉണ്ടാവും. ഓക്കെ. എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 3,40,000 രൂപ. 3,40,000 അല്ല? 2015 2015 K10 VXI ഓട്ടോമാറ്റിക് 3,40,000 വണ്ടിയോ? ഒരു വർഷം വാറണ്ടി ഉണ്ടാവും. റോഡ് സൈഡ് അസിസ്റ്റ് ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഓക്കെ. ലോൺ എത്ര കയറുമല്ലേ? ഇതിന് കയറും 40,000 രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും അല്ലേ? ബാക്കി മൊത്തം ലോൺ ചെയ്യാൻ പറ്റും. 40,000 കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനം. നേരത്തെ കണ്ട പോളോന് ഒരു 50, നല്ല ട്രാക്കുള്ള കസ്റ്റമറാണ്. ഒരു 50,000 ഉണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഇറക്കി കൊടുക്കും. ഓക്കെ, ഇറക്കാൻ പറ്റും. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു സ്വിഫ്റ്റ് ആണ്. KL 43 രജിസ്ട്രേഷനുള്ള സ്വിഫ്റ്റ് ആണ്. പഴയ ഷേപ്പാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? 2015 LXI. സെക്കൻഡ് ഓണറാണ് നിലവിൽ. ഓക്കെ. 51,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 51,000 വലിയ ഓട്ടോ അല്ല, നോർമൽ ഓട്ടോ. ഓക്കെ. വണ്ടി കറക്റ്റ് ഫുൾ 2015 മുതൽ 23 വരെ മാരുതിന്ന് മാത്രം സർവീസ് ചെയ്ത വണ്ടിയാണ്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. ഫുൾ ഹിസ്റ്ററിയിൽ അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ പീരിയോഡിക് സർവീസ് ഒക്കെ കറക്റ്റ് പോയ വാഹനമാണ്. കഴിഞ്ഞിട്ടുള്ളൂ. 50 ഇപ്പം ചെയ്തിട്ടേ ഉള്ളൂ വണ്ടി. അതായത് നമ്മൾ കിലോമീറ്റർ ഓടിയിട്ടില്ലെങ്കിലും 1 വർഷം വെച്ചാൽ ഒരു വണ്ടി സർവീസ് ചെയ്യണം. അതാണ് നമ്മൾ കറക്റ്റ് പീരിയോഡിക്കലി ചെയ്തു പോകണമെന്ന് പറയുന്നത്. അത് പ്രോപ്പറായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ഈ ഒരു 8 വർഷം കൊണ്ട് കറക്റ്റ് ചെയ്തു പോയിട്ടുണ്ട്. ഓക്കെ. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ് വണ്ടി. ഓക്കെ.
വേറെ എന്തെങ്കിലും ക്ലെയിമോ ക്ലെയിം ഉള്ളത് ബോണ്ട് റീപ്ലേസ്മെന്റ് ഒരു ക്ലെയിം കമ്പനിയിൽ നിന്ന് ചെയ്തതാണ്. ബോണ്ട് റീപ്ലേസ്മെന്റ് ഗ്ലാസ് ഒന്ന് മാറിയിട്ടുണ്ട്. മേജർ അല്ല, കാരണം മേജർ ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി കിട്ടൂല. ഇതിന് വാറണ്ടി കൊടുക്കുന്നുണ്ട്? വാറണ്ടി ഉണ്ട്, 1 വർഷം വാറണ്ടി ഉള്ള 1 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. 1 ഇയർ വാറണ്ടി. ഓക്കെ. അപ്പോൾ മേജർ ആയിട്ടുള്ള എന്താ കംപ്ലൈന്റ് ആണ് വാറണ്ടി കൊടുക്കാൻ ചാൻസ് ഇല്ല, കാരണം മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ് സർട്ടിഫൈ ചെയ്യുന്ന വാഹനങ്ങളാണ്. പിന്നെ ഇപ്പൊ ബോണ്ട് ഒന്ന് മാറി വെച്ചിട്ട് വണ്ടിന്റെ മുകളിൽ വലിയൊരു നെഗോസിയേഷൻ വരിക, അല്ലെങ്കിൽ കസ്റ്റമർ എടുത്ത് അതിന്റെ വിൽക്കുമ്പോൾ ഭയങ്കര ഒരു ലോസ് വരിക, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കറക്റ്റ് സർവീസിങ്ങിൽ പോയ വണ്ടി കമ്പനിയിൽ നിന്ന് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡിപ്രസെഷനേ വരുള്ളൂ, ചെറിയ ഡിപ്രസെഷനേ വരുള്ളൂ. പിന്നെ മാരുതിയുടെ വണ്ടികളൊക്കെ എപ്പോഴും റീസെയിൽ വാല്യൂ ഉള്ള വണ്ടിയാണ്, അതിന് നമ്മൾ ഓവർ കുറയൊന്നുമില്ല. അല്ല, നിലവിൽ എടുക്കുന്ന പാർട്ടിക്ക് ധൈര്യമായിട്ട് എടുക്കാം, ധൈര്യമായിട്ടുള്ള 1 ഇയർ വാറണ്ടി ഉണ്ട്. ഓക്കെ. റേറ്റ് വരുന്നത് 4,40,000 രൂപ. 4,40,000 2015 സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ. ഒരു 4 ലക്ഷം വരെ ലോൺ കിട്ടും? ലോൺ കിട്ടും. 40,000 ഇറക്കാം. ചെറിയ എന്തെങ്കിലും നമുക്ക് നോക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. നല്ല കസ്റ്റമറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയിട്ട് 4,40,000 ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഒരു 14-16 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും അല്ലേ? മൈലേജ് കിട്ടും. അടുത്ത ഫോർഡ് ഫ്രീ സ്റ്റൈലാണ്, KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ. എങ്ങനെ ഡീറ്റെയിൽ? ഫോർഡ് ഫ്രീ സ്റ്റൈൽ 2018 മോഡൽ. ഓക്കെ. സിംഗിൾ ഓണർ വണ്ടിയാണ്. 20,000 കിലോമീറ്റർ ഓടിയിട്ട് വളരെ കുറഞ്ഞ, വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ളൂ. കറക്റ്റ് സർവീസിങ്ങും പോയ വണ്ടിയാണ്. ഫോർഡിൽ ടോപ്പ് എന്നാണോ? ടൈറ്റാനിയം പ്ലസ് അല്ല, ടൈറ്റാനിയം ആണല്ലേ. ടൈറ്റാനിയത്തിൽ തന്നെ ഒരുപാട് നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പുഷ്പട്ടം വരും ഇതിൽ, അല്ല പ്ലസിലാണോ? പുഷ്പട്ടം വരുന്നുണ്ട് അല്ലേ? ഓക്കെ. അലോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്, എല്ലാം വരും. ബാക്കി എയർ ബാഗും എല്ലാം വരുന്ന വാഹനമാണ്. പെട്രോൾ ഡീസലോ? പെട്രോൾ വണ്ടിയാണ്. ഇപ്പൊ കൂടുതൽ ആളുകൾ ഫോണിന്റെ വെഹിക്കിൾസ് ഇപ്പോഴും നല്ലോണം നമുക്ക് വിറ്റ് പോകുന്നതാണ്. അതെ, കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നോക്കുമ്പോൾ പുതിയ വണ്ടികൾ ഇപ്പൊ ഇറങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ ആളുകൾ എടുക്കുന്നത് ഫോർഡ് ഫ്രീ സ്റ്റൈൽ, പോളോ, അതേപോലെ i20. ഫോർഡ് എടുക്കുന്നതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. സർവീസും കാര്യങ്ങളൊക്കെ ഇനി ഒരു 10-14 വർഷത്തേക്ക് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. സർവീസ് സെന്ററും എല്ലാം ഉണ്ടാവും. അതിനെ കൊണ്ട് ഒന്നും പേടിക്കണം. ഇവരൊക്കെ തന്നെയാണ് റോഡിൽ കൂടുതലും കാണുന്ന വണ്ടികൾ. ഫോർഡിന്റെ ഫ്രീ സ്റ്റൈൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ തന്നെയാണ്. എക്കോസ്പോർട്ട് അതൊക്കെ തന്നെയാണ് കൂടുതലും കാണുന്നത്. ഓക്കെ. ഇതിന് വരുന്ന 5,10,000 രൂപ. 2018 20,000 കിലോമീറ്റർ മാത്രം ഓടിയ ടൈറ്റാനിയം. 2 വർഷം വാറണ്ടിയും കിട്ടുന്നുണ്ട്. 5,20,000 രൂപയ്ക്ക് 5,10,000, സോറി 5,10,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. 2018, അതായത് ഇതിൻ്റെയൊക്കെ റേഞ്ചിൽ വരുന്ന വണ്ടിക്ക് വില അപ്പാട് മാറും 2018 ആകുമ്പോൾ. ഓക്കെ. വേറെ ഇപ്പം വർക്കൊന്നുമില്ലല്ലോ? ഒന്നും വർക്കില്ല, നേരെ എടുത്ത് ഓടിക്കുക, അത്രേ ഉള്ളൂ. പോളിഷിങ് ചെയ്ത് തരും, വണ്ടി ഓടിക്കുക. സർവീസിങ് കഴിഞ്ഞതാ. മൈലേജ് ഒന്ന് ഷോർട്ട് ഉണ്ടാവും അല്ലേ? 15 റേഞ്ചിലൊക്കെ മൈലേജ് അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. ഓക്കെ. 15 വരെയൊക്കെ നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉള്ള വണ്ടിയല്ലേ, ഓടിക്കാൻ തീർച്ചയായും നല്ല സേഫ്റ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. ശരിക്കും നമ്മളൊരു 15 ഓടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും, താഴോട്ടേക്ക് വെയിറ്റ് വന്നിട്ട്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും ഫോർഡാണ് എക്കോസ്പോർട്ട് KL22 രജിസ്ട്രേഷൻ വാഹനം. 2017 വണ്ടി. ആംബിയന്റ് ആണ് വേരിയന്റ് വരുന്നത്. സിംഗിൾ ഓണർ വണ്ടി. 75,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വണ്ടിയുടെ റേറ്റ് വരുന്നത് 5,10,000 രൂപ. 5,10,000. ഓക്കെ. 8 വർഷം. ചെറിയൊരു ഓട്ടോ കൂടുതൽ. പെട്രോൾ വണ്ടി. ഓക്കെ. ഒരു 10-15,000 ഓട്ടോ ജസ്റ്റ് മാറ്റം. ആംബിയന്റ് ആണെങ്കിൽ 2 എയർ ബാഗ് വരും കേട്ടോ വണ്ടിയിൽ. 2 എയർ ബാഗ് വരും. ഓക്കെ. എത്രയാ പറഞ്ഞ റേറ്റ്? 5,10,000. 5,10,000 രൂപയ്ക്ക് 2017 ഫോർഡ് എക്കോസ്പോർട്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാം. നല്ല വണ്ടിയാണ്. ബോഡി ഷേപ്പ് ഉണ്ട്, സ്ക്രാച്ചസ് ഇല്ല, ഒന്നുമില്ല. ഉപയോഗിക്കാൻ എടുക്കാൻ പറ്റിയ വണ്ടി തന്നെ. കറക്റ്റ് സർവീസിംഗ് ഒക്കെ പോയ വണ്ടിയാണ്. എല്ലാം പ്രോപ്പറാണ്. വാറണ്ടി എങ്ങനെയാ? ഇവിടെ വാറണ്ടി ഇതിന് 1 വർഷം 2 വർഷം വാറണ്ടി ഉണ്ടാവും. 2 വർഷം വാറണ്ടി RS. നേരത്തെ കണ്ട നമ്മൾ ഫ്രീ സ്റ്റൈലിന് 2 വർഷം ഉണ്ടാവും. 2 വർഷം. ഇവിടെ വരുന്ന ഫോണിന്റെ വണ്ടികളൊക്കെ ഞങ്ങൾ സർവീസും കൂടി നോക്കിയിട്ടേ ഉള്ളൂ വണ്ടി എടുക്കാറുള്ളൂ. കറക്റ്റ് സർവീസിംഗ് ഉള്ള വെഹിക്കിൾസ് ആണ് നമ്മുടെ അടുത്ത്. ഫോണിന്റെ വണ്ടികളൊക്കെ കൂടുതലും ഉണ്ടാവാറ്, കൂടുതൽ എടുക്കാറുള്ളൂ. ധൈര്യമായിട്ട് ആളുകൾക്ക് എടുക്കാം. ഓക്കെ. പിന്നെ എക്സ്ചേഞ്ച് അങ്ങനെ വരുന്നുണ്ടെങ്കിലേ ഉള്ളൂ. അതെ. അധികം നമ്മൾ ഡയറക്റ്റ് പർച്ചേസിംഗ് വണ്ടികളാണ്. ഓക്കെ. ഇതിൽ നമ്മൾ എക്സ്ചേഞ്ച് ഒന്നും ഉൾക്കൊള്ളിക്കല്ലോ? ഇല്ല. എക്സ്ചേഞ്ച് വണ്ടിയൊന്നും ഇല്ല. ഡയറക്റ്റ് പർച്ചേസിംഗ് വണ്ടിയാണ്. ഓക്കെ. എന്തായാലും ലോൺ കിട്ടുമല്ലോ മാക്സിമം? ഇതിന് ലോൺ കിട്ടും. ഒരു 4,500 ഒക്കെ കിട്ടും. 4,500 വരെയൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ. നമ്മളിവിടെ കോഴിക്കോട് കാറൻ ബൈക്കിൽ റിനോഡോ വണ്ടികൾ എപ്പോൾ കാണിച്ചാലും പെട്ടെന്ന് വിറ്റ് പോകാറുണ്ട് അല്ലേ? അതെ. ഓക്കെ. അത്യാവശ്യം നല്ല കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കൈഗറൊക്കെ ബ്ലൂ ഓട്ടോമാറ്റിക് അതൊക്കെ നമ്മൾ വിറ്റ് പോയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതൊരു കൈഗറാണ്. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനം തന്നെയാണ്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ? 2022 വണ്ടി. ഓക്കെ. സിംഗിൾ ഓണറാണ്. 33,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. ഓക്കെ. പിന്നെ ഇതിൽ വേരിയന്റിൽ വരുന്നത് 2 എയർ ബാഗ് കാര്യങ്ങൾ, 2 ഡോർ പവർ വിൻഡോ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ. വണ്ടിയുടെ ഇതൊരു കോമ്പാക്ട് SUV ആണ്. ഇപ്പോൾ ഒരു കോമ്പാക്ട് SUV ഒക്കെ 1 ലിറ്റർ ആണ് വരിക. പക്ഷേ ഒരു എന്താ പറയുക, കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എടുത്ത് ഓടിക്കാനും ഒരു സുഖം ഉണ്ടാവും. ടർബോ അല്ലല്ലോ? നോൺ ടർബോ. ഓക്കെ. ഒരു ഹാച്ച് ബാക്ക് അതിൽ അതേ റേറ്റിൽ ഏകദേശം കോമ്പാക്ട് SUV ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന വണ്ടിയാണ്. അതെ തീർച്ചയായും. റേറ്റ് വരുന്നത് 5,50,000 രൂപ. 5,50,000 കൈകറാണ്. 5,50,000 രൂപയ്ക്ക് കമ്പനി വാറണ്ടി ഓൾമോസ്റ്റ് ഉണ്ടാവേണ്ടതാണ്, കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഓക്കെ. ഇല്ലെങ്കിൽ നമ്മുടെ വാറണ്ടി കിട്ടും.
ഇവരുടെ വാറണ്ടി എന്തായാലും ഉറപ്പാണ്. കമ്പനി വാറണ്ടി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. റിനോയുടെ തന്നെ വാറണ്ടി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരും. അത്യാവശ്യം ഒരു മൈലേജ് ഉണ്ടാവും. എത്ര കിട്ടും? ഒരു 16 വരെ കിട്ടും. 16 വരെ കിട്ടും അതിൻ്റെ ഉള്ളിലായിട്ട് നോക്കാം അല്ലേ. ഓക്കെ, അടുത്തൊരു ടിയാഗോ ആണ്. KL76 രജിസ്ട്രേഷൻ, 1.2 ലിറ്റർ വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെ? 2021 വണ്ടി. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. 23,000 കിലോമീറ്റർ. നോർമൽ ഓട്ടാണ്. നോർമൽ ഓട്ടോ. ഓക്കെ, 23,000. XT ആണ് ഓപ്ഷൻ വരുന്നത്. XT ഇതിന്റെ മേലെ XZ പ്ലസ് XZ അതിന്റെ താഴെ വരുന്ന ഓപ്ഷനാണ് XT. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീനും ക്യാമറയും ചെയ്തിട്ടുണ്ട്. ക്യാമറ ചെയ്തിട്ടുണ്ട് അഡീഷണൽ. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾ, എയർ ബാഗ്, പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻ വരുന്ന വാഹനം തന്നെയാണ്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. ആ ഒരു ഓട്ടത്തിനുള്ള ബാക്കി ടയേഴ്സ് അങ്ങനെ തന്നെ ഉണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്തെങ്കിലും പണി ഇപ്പോൾ ചെയ്യാനുണ്ടോ? എടുക്കുന്ന ചെയ്യാനില്ല, നേരെ വാഷ് ചെയ്യുക, പോളിഷ് ചെയ്യുക. അത് നിങ്ങൾ ചെയ്ത് കൊടുക്കും. ചെയ്തു വരും. വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു സ്ക്രാച്ച് പോലും ഇല്ല, എവിടെയും ഇല്ല. ഓക്കെ, ഈ എടുക്കുന്ന എല്ലാ വണ്ടിക്കും നിങ്ങൾ ഗോൾഡ് കോയിന് കൊടുക്കുന്നത്? എല്ലാ വണ്ടിക്കും അഷോർഡ് ആണ് അല്ലേ? ഓക്കെ, അഷോർഡ് ഗിഫ്റ്റ് ആണ്. ഇതിൽ വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല, ക്ലെയിം ഒന്നുമില്ല. സർവീസ് ചെയ്ത് പോയ വണ്ടി. ഹിസ്റ്ററി ഉണ്ട് അല്ലേ? കമ്പനി വാറണ്ടി കഴിഞ്ഞിട്ടുണ്ടാവും എന്തായാലും. ഇവരുടെ 2 വർഷം വാറണ്ടി, റോഡ് സൈഡ് അസിസ്റ്റ് എല്ലാം കിട്ടും. എത്ര കൊടുക്കുക? 2021 5,45,000 രൂപ കൊടുക്കും. XT അല്ല, 5,45,000 നിങ്ങൾക്ക് സ്വന്തമാക്കാം. ടിയാഗോ സിംഗിൾ ഓണർഷിപ്പുള്ള ഒരു വാഹനം. ഒരു 17 റേഞ്ച് വരെയൊക്കെ മൈലേജും കിട്ടുന്ന ഒരു വാഹനമാണ്. 3 സിലിണ്ടർ റേഞ്ചിലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വീണ്ടും എക്കോ സ്പോർട്ട് വന്നു. ഇത് ഡീസലാണ്. നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് ഉണ്ടാവും. ഇത് കോഴിക്കോട് കൊടുവള്ളി KL57 രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ. 2018 വണ്ടി, ടൈറ്റാനിയാണ്. പ്ലസിന്റെ താഴെ 1.5 വരാം. 1.5 ഡീസൽ, പവറും മൈലേജും. നല്ല മൈലേജും രണ്ടും കിട്ടും. ഓക്കെ, അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വണ്ടിയിലുണ്ട്. ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ടാവും. രണ്ടിന്റെ റേറ്റ് വരുന്ന ഈ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ചെറിയ വണ്ടി ഓടിച്ച് മാത്രം ശീലിച്ചവർക്ക് ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നിങ്ങളൊരു വണ്ടി ഒന്ന് ജസ്റ്റ് മാറ്റി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നോക്കണം. അപ്പോഴൊക്കെ ശരിക്കും ഓടിച്ച് നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ വണ്ടിയുടെ ഫീൽ എന്താണെന്ന് മനസ്സിലാവും. ശരിക്കും മനസ്സിലാവും എന്താണെന്നുള്ളത്. നമ്മൾ ചെറിയ വണ്ടി മാത്രം കളിച്ചിട്ട് കാര്യമില്ല. ജസ്റ്റ് ഒന്ന് മാറ്റി ഓടിച്ച് നോക്കിയാൽ, കാരണം ആ ഒരു ചെറിയ വണ്ടി എടുക്കുന്ന പൈസക്ക് തന്നെ ചെറിയൊരു വില കൂട്ടിയിട്ടാൽ തന്നെ ഇങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ എടുക്കാൻ പറ്റും. എക്കോസ്പോർട്ട് എനിക്ക് ഓടിച്ചത് എനിക്ക് പ്രത്യേകം ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. തീർച്ചയായും ഇഷ്ടപ്പെടും. രസമാണ് ഡ്രൈവ് ചെയ്യാൻ, സേഫ് ആണ്. ഞാൻ ആദ്യം ഡ്രൈവിംഗ് പഠിച്ച ജീപ്പിലാണ്. ജീപ്പിൽ നിന്ന് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഞാൻ ആൾട്ടോ അല്ല പഴയ 800 കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഓടിക്കാൻ പേടിയാണ്. കാരണം ജീപ്പിന്റെ ഒരു വെയിറ്റ് ഇതൊക്കെ നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ ഓടിച്ചു പോകാൻ നല്ല രസമാണ്. ഇതിൽ കയറിയപ്പോൾ എനിക്ക് എന്തോ പാറ്റ പോലെ ഓടിക്കാൻ ഭയങ്കര പേടി. അപ്പോൾ ആ ഒരു വ്യത്യാസം ശരിക്കും ഇങ്ങനത്തെ ഒരു വണ്ടികൾ എടുക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ബാക്കി എങ്ങനെയാ കാര്യങ്ങൾ? സിംഗിൾ ഓണർ ആണ്. 75,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. 75,000. 8 ലക്ഷമാണ് അവിടെ ആസ്ക് ചെയ്യുന്നത്. 8 lakhs. 2 വർഷം വാറണ്ടി കൊടുക്കാം. സർവീസിംഗ് ഒക്കെ കറക്റ്റ് ഫോർഡിൽ പോയ വണ്ടിയാണ്. ഓക്കെ, 2018 ടൈറ്റാനിയാണ്. ഡീസലാണ്. നല്ല മൈലേജ് ലഭിക്കുന്ന ഒരു വാഹനം. ക്വാളിറ്റി ഉണ്ട് വണ്ടി. അത്യാവശ്യം നല്ല ടയർസ് ഉണ്ട് കേട്ടോ. പുറകിൽ നല്ല അടിപൊളി ടയർസ് ആണ്. ഫ്രണ്ടിൽ ഒരു 60-70% ടയർസും ലഭ്യമായിട്ടുണ്ട്. വേറെ എന്തെങ്കിലും വർക്ക് നിലവിലുണ്ടോ? മെക്കാനിക്കൽ വർക്ക് ഒന്നുമില്ല. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് വണ്ടിയാണ്. ഓക്കെ, വാറണ്ടി ഉണ്ടല്ലോ? വാറണ്ടി 2 വർഷം വാറണ്ടി കൊടുക്കാം. വാറണ്ടി RS എല്ലാം കിട്ടുന്നുണ്ട്. അടുത്ത വണ്ടിയിലേക്ക് ഹോണ്ടയുടെ ഒരു സെമി പ്രീമിയം സെഗ്മെന്റ് വാഹനം ഹോണ്ട ജാസ് ആണ്. പ്രീമിയം ഹാഷ് ബാക്കിൽ പെടുന്ന ഒരു വാഹനം. KL58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. കണ്ണൂർ ജില്ല. പറഞ്ഞോളൂ. 2017 മോഡൽ വണ്ടി. സെക്കൻഡ് ഓണറിലാണ് നിലവിലുള്ളത്. 72,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. നോർമൽ ഓട്ടോ. V ആണ് വേരിയന്റ് വരുന്നത്. VXന്റെ തൊട്ട് മുകളിൽ വരും, അതിന്റെ തൊട്ട് താഴെ വരുന്നത്. പക്ഷേ അലോയ്സ്, എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്ന വാഹനമാണ് അല്ലേ? പവറിന്റെ കാര്യങ്ങൾ ചെറിയ എന്തോ മാറ്റമേ ഉള്ളൂ അല്ലേ? VX ആയിട്ട്. 17 എന്തായാലും സൺറൂഫ് ഇല്ലല്ലോ. സൺറൂഫ് വരുന്നില്ല, ചെറിയ എന്തോ മാറ്റമേ ഉള്ളൂ. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഒരു അടിപൊളി പെട്രോൾ വാഹനമാണ്. പെട്രോൾ വണ്ടി 1.2 ലിറ്റർ പെട്രോൾ ആണ്. ഹാഷ് ബാക്കിൽ നല്ല സുഖമായിട്ട് ഓടിക്കാൻ പറ്റിയ വണ്ടിയാണ്. നല്ല ഹെവിടെക് എഞ്ചിൻ ആയതുകൊണ്ട് നല്ല സ്മൂത്താണ് വണ്ടി ഓടിക്കുക. സ്മൂത്താണ്, വലിയ മെയിൻ്റനൻസും വരില്ല. അതേപോലെ തന്നെ അത്യാവശ്യം മൈലേജും ഉണ്ടാവും. ഒരു പെട്രോൾ അമേസ് ഒക്കെ എടുക്കുന്ന ഒരു മൈലേജ് 13 മുതൽ 15-16 റേഞ്ചിലൊക്കെ മൈലേജ് മാക്സിമം ആണ് 16 ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ വേറെ ക്ലെയിമും കാര്യമൊന്നും ഇല്ലല്ലോ? ക്ലെയിം ഒന്നുമില്ല. ബമ്പറൊക്കെ ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ രീതിയിലുള്ള ഇത് മാത്രമേ ഉള്ളൂ. വണ്ടിയുടെ വാറണ്ടി ഇതിന് 2 വർഷം വാറണ്ടി ഉള്ള വണ്ടിയാണ്. വാറണ്ടി RS എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു പ്രീമിയം ഹാഷ് ബാക്ക് 2017 വാഹനം എത്ര കൊടുക്കാം? 5,50,000 രൂപ കൊടുക്കാം. 2017 ജാസ് V ആണ് ഓപ്ഷൻ വരുന്നത്. 5.5 ലക്ഷത്തിന് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതിൽ ഒരു 5 lakhs ലോൺ കിട്ടും. 5 lakhs വരെ ലോൺ ചെയ്യാം. നല്ല സിവിൽ സ്കോർ ഒക്കെ ഉള്ള ആളാണ്. 5 lakhs വരെ കിട്ടും, ചെയ്യാനും പറ്റും. ഓക്കെ, 50,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റും. ഗോൾഡ് കോയിനും തരും. അത്രേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഒരു ഓട്ടോമാറ്റിക് DSG ഗിയർ ബോക്സ് വരുന്ന ഒരു ഓട്ടോമാറ്റിക് ഡീസൽ വോക്സ് വാഗൺ എമിനോ. നമ്മുടെ പോളോയുടെ സെഡാ കാറ്റഗറി വാഹനമാണ്. KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഏതാ മോഡൽ? 2018 മോഡല് ഡീസൽ ഹൈലൈൻ ആണ് വേണ്ടി വരുന്നത്. ഹൈലൈൻ അന്നത്തെ ഫുള്ളിൻ്റെ തൊട്ട് താഴെ പ്ലസ് ഉണ്ടാവും, അതിൻ്റെ തൊട്ട് താഴെ ചെറിയ മാറ്റങ്ങളുണ്ടാവും.
അത്യാവശ്യം മാനുവൽ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഒരു 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് മാനുവൽ. പോളോ ആയാലും ഇതായാലും ഡീസലിൽ. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ DSG ആണ് ഗിയർ ബോക്സ്, നല്ല റിഫൈൻഡ് ആണ് അല്ല. അതായത് നോർമൽ ഒരു AMT എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ അത്യാവശ്യം നമുക്ക് അറിയും ഗിയർ ഇങ്ങനെ മാറുന്നൊരു ഫീൽ കിട്ടും. CVT-ലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ഒരു സ്മൂത്ത് ആയിരിക്കും. ഇതിലേക്ക് വരുമ്പോൾ അതിനേക്കാളൊക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും. അറിയില്ല, അന്ന് വെൻഡോ, പോളോ ഈ ഒരു കാറ്റഗറി ഇതിലൊക്കെയാണ് കുറച്ച് കുറഞ്ഞതിൽ DSG വരുന്നത്. ബാക്കിയെല്ലാം കൂടിയ വണ്ടികളിൽ മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ നിർത്തിയിട്ടാണുള്ളത് ഈ ഒരു മോഡലൊക്കെ. അപ്പോൾ എങ്ങനെയാ ബാക്കി വേറെ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം വിൻഷീൽഡ് ഒന്ന് മാറിയിട്ടുണ്ട്, അത് കമ്പനി ഹിസ്റ്ററിയിലുള്ളതാണ്. വിൻഷീൽഡ് മാറിയാണ്. ഓക്കെ ഓക്കെ. വണ്ടി റേറ്റ് വരുന്നത് 5,50,000 രൂപ. 2018 ഹൈലൈൻ ഡീസൽ ഓട്ടോമാറ്റിക് എമിയോ 5,50,000. 18 ലാസ്റ്റ് ഡിസംബറിലാണ് 19 രജിസ്ട്രേഷൻ. 19 രജിസ്ട്രേഷൻ ഉണ്ട് അല്ലേ? 5 ലക്ഷം രൂപയ്ക്ക് ഒരു DSG ഗിയർ ബോക്സ് ഡീസൽ ഓട്ടോമാറ്റിക് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോൺ എത്ര കയറും? ലോൺ കയറും. ഇതിന് നമുക്ക് ഒരു 4.25 വരെയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. നല്ല ട്രാക്കുള്ള കസ്റ്റമറാണ്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇതിന് ഒരു 16-17 റേഞ്ചൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വീണ്ടും ഒരു റിനോയുടെ വണ്ടിയാണ്. റിനോ ക്വിഡ് ആണ്, KL 26 രജിസ്ട്രേഷൻ വാഹനം. 2016 മോഡല്, സിംഗിൾ ഓണർ, RXT ഓപ്ഷൻ. അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ്. ഓക്കെ, കിലോമീറ്റർ വളരെ കുറവാണ്, 26,000 കിലോമീറ്റർ. 26,000 മാത്രം, പാതിക്ക് പാതി ഓടിയിട്ടുള്ളൂ ഏകദേശം. യൂസ് ചെയ്തിട്ടില്ല, തൊട്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്യാവശ്യം ഒരു ടയേഴ്സ് ഉണ്ട്. 26,000 കൂടി ബാക്കി ടയേഴ്സ് അങ്ങനെ തന്നെ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റാണ്. ഈ സ്ക്രീൻ ഇതിൽ വരുന്നത് തന്നെയാണോ? RXT-ലുള്ളതാണ്. സ്ക്രീൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? നല്ല സീറ്റ് കവറുണ്ട്, അത്യാവശ്യം നീറ്റാണ് വണ്ടി അല്ലേ? ഓക്കെ, അപ്പോൾ ഓട്ടം 26,000. ഒരു വർഷം വാറണ്ടി കൊടുക്കാം. 1 ഇയർ വാറണ്ടി ഉണ്ട്. ഒരു വർഷം ഒരു മോഡലിൽ ഇതുകൊണ്ടായിരിക്കും അല്ലേ? ഓക്കെ, 1 ഇയർ വാറണ്ടിയും കിട്ടും. അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും. 18-20 റേഞ്ചിൽ മൈലേജ് ഉണ്ട്. ചെറിയ ബഡ്ജറ്റിലൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. അല്ല, ഇതിപ്പോൾ എത്ര കൊടുക്കാം? 2,80,000 രൂപ കൊടുക്കും. 280-ന് 2016 RXT ക്വിഡ്. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു കിലോമീറ്ററിന്റെ ഇതെന്തായാലും ഉണ്ടാവും. ഓക്കെ, ചെറിയ നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 280-ന് ഒരു അടിപൊളി 800cc വാഹനം സ്വന്തമാക്കാം. ഒരു 2-30 ലോൺ കിട്ടും. 30,000 രൂപ ബാക്കി വണ്ടി ഇറക്കി കൊടുക്കും. 30,000 ഉണ്ട് ഇറക്കാം. ഓക്കെ ഓക്കെ. അടുത്ത വണ്ടിയിൽ നല്ല മൈലേജ് ഉള്ള ഒരു കാറ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ നമ്മളിപ്പോൾ മാനുവൽ എന്ന് വെച്ചാൽ ചിലപ്പോൾ ലോങ് ഒക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ട്രാഫിക്കിലൊക്കെ നമ്മൾ ഒരുപാട് നേരം നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. മാനുവൽ പലർക്കും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല മൈലേജിൽ ഒരു ഓട്ടോമാറ്റിക് കാറ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടി എടുക്കാൻ പറ്റിയൊരു മോഡലാണ് ഹോണ്ട അമേസ് എന്ന് പറയുന്നത്. നല്ല മൈലേജും കിട്ടും, പിന്നെ ഒരു പ്രശ്നമില്ല, കാര്യമായ മെയിൻ്റനൻസ് ഒന്നും വരാത്തൊരു വാഹനം. KL 61 രജിസ്ട്രേഷനുള്ള അമേസ് ആണ്. പറഞ്ഞോളൂ. 2019 വണ്ടി, V ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ, CVT ഗിയർ ബോക്സ് ആണ് വരിക, സിംഗിൾ ഓണർ ആണ്. ഓക്കെ, ടോപ്പിന്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. 85,000 കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത്. 85 ഓടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഓട്ടം ഉണ്ടാവും, കാരണം എന്താ വെച്ചാൽ അത്രയും മൈലേജും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ഓട്ടം വരുന്നത്. അതെ, ഓക്കെ. വേറെ സർവീസ് കോസ്റ്റ് ഒക്കെ കുറവുണ്ടാവുക. ഡീസൽ അമേസ് ഒക്കെ വലിയ സർവീസ് കോസ്റ്റ് ഒന്നും വരുന്നത്. പൊതുവെ മെയിൻ്റനൻസ് കുറവായിരിക്കും വണ്ടിക്ക്. മെയിൻ്റനൻസ് കുറവായിരിക്കും. സർവീസ് കോസ്റ്റ് എന്ന് വെച്ചാൽ കമ്പനി നിന്ന് ചെയ്യുകയാണെങ്കിൽ കോസ്റ്റ് വരും, ഒരു 8,000 ഒക്കെ വരും. 8,000-9,000 റേഞ്ചിൽ കോസ്റ്റ് വരും. അതുപോലെ സർവീസ് ആണെങ്കിൽ കൂടെ. കാരണം എന്താ വെച്ചാൽ മെയിൻ്റനൻസ്, അതായത് വണ്ടിക്ക് വേറെ പണികളൊന്നും വരില്ല. ടൊയോട്ട, ഹോണ്ട കാറ്റഗറി ഒക്കെ അങ്ങനെ നിങ്ങൾക്ക് ഓടിക്കാനും നല്ല സുഖം. 1.5-ൽ വരുന്ന 1.5 നല്ല പവറും ഉണ്ടാവും, മൈലേജും എല്ലാം കിട്ടുന്നൊരു അടിപൊളി വാഹനം. കണ്ണും പൂട്ടിയെടുക്കാം അല്ല? ഓക്കെ, CVT ഗിയർ ബോക്സ് ആണ്, സ്മൂത്തും ആയിരിക്കും. 2 വർഷം നമ്മുടെ വാറണ്ടി ഉണ്ട്. വാറണ്ടി കൊടുക്കും, റോഡ് സൈഡ് അസിസ്റ്റും ഉണ്ടാവും, എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ പിന്നെ എഞ്ചിൻ സംബന്ധമായിട്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം വാറണ്ടി കവേർഡ് ആയിരിക്കും, ഫ്രീ ഓഫ് കോസ്റ്റ് നന്നാക്കി കൊടുക്കും. അതെ. പിന്നെന്ന് വെച്ചാൽ അമേസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എക്സിക്യൂട്ടീവ് ലുക്കാണ് ഈ വാഹനം. അത്യാവശ്യം ഒരു പ്രീമിയം കസ്റ്റമർ കൊണ്ടു നടക്കുന്ന ഒരു സെഗ്മെന്റ് വാഹനം പോലെയുള്ള ഒരു ലുക്കുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് അങ്ങനെ ഒരു വാഹനം വേണമെന്നുണ്ടെങ്കിൽ കണ്ണും കൂട്ടി എടുക്കാൻ പറ്റിയ ഒരു വാഹനമാണ്, മെയിൻ്റനൻസ് എല്ലാം കൊണ്ട്. ഓക്കെ, ഇതിനിപ്പോൾ എത്രയാണ് പ്രൈസ് വയ്ക്കുന്നത്? ഇത് 8,50,000 രൂപയാണ് ആസ്ക്. 8,50,000 2019 അമേസ് സ്വന്തമാക്കാം. ഓക്കെ, ലോൺ എത്ര കയറുമല്ലോ? ഇതിന് കയറും. ഇതിനൊരു 75 ഒക്കെ ഉണ്ട്, ബാക്കിയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, വീണ്ടും ഹോണ്ട തന്നെയാണ്. അമേസിൻ്റെ തൊട്ട് മേലെയുള്ള കാറ്റഗറി സിറ്റിയാണ്. KL 53 രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ. 2018 മോഡല്, സിംഗിൾ ഓണർ. ഓക്കെ, V ആണ് വേരിയന്റ് വരുന്നത്. V തന്നെയാണല്ലോ. ഇത് തൊട്ട് താഴെയാണ് ഫുള്ളിൻ്റെ. വണ്ടി വന്നതേ ഉള്ളൂ, അതാ വാഷിംഗ് കഴിഞ്ഞിട്ടില്ല, വണ്ടി വന്നിട്ടേ ഉള്ളൂ. പെട്രോളാണ്, ഐ-ടെക് ആണ് എഞ്ചിൻ വരുന്നത്. ഓക്കെ, ഓട്ടോ എത്രയായി? ഇത് വരുന്നത് 55,000 കിലോമീറ്റർ. 55,000 അല്ല? ഓക്കെ, 55,000 കിലോമീറ്റർ ആണ്. പെട്രോളാണ്, മൈലേജ് ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടും.
നോക്കി ഓടിച്ചാൽ 16 വരെയൊക്കെ കിട്ടും. ഇപ്പോൾ ഒരുപാട് എൻക്വയറി വരുന്ന വണ്ടിയാണ് സിറ്റി. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇരിക്കും. ഇവിടെ തന്നെ നമുക്ക് ഈ മാസം തന്നെ 2-3 സിറ്റി കൊടുത്തിട്ടുണ്ട്. ഹോണ്ട പിടിച്ചിരിക്കുന്നത് തന്നെ സിറ്റി അമേസിലല്ലേ. ഇപ്പോൾ എലിവേറ്റ് ഒന്ന് കയറി വരുന്നുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്നുണ്ട്. സിറ്റി ഇപ്പോൾ നമുക്ക് വീണ്ടും വേറെയും സ്റ്റോക്ക് ഉണ്ട്. ഇപ്പോൾ ഒരു 3 സിറ്റി വന്നിട്ടുണ്ട്. 3 സിറ്റി ഉണ്ട്, ഇനിയുണ്ട്. ഡീസലാണോ പെട്രോളോ? പെട്രോളാണ് വരുന്നത്. പെട്രോളാണ്. വേറെ ഉണ്ട്, പല കളറിലാണോ? അതെ, ബ്രൗൺ ഉണ്ട്, പിന്നെ ഒരു ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു വൈറ്റ് CVT ഉണ്ട്. അതിപ്പോൾ ബുക്കിംഗ് ആയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് അല്ല, അത് ബുക്കിംഗ് ആയി. എന്തായാലും വേറെ രണ്ടെണ്ണം ഇപ്പോൾ പിന്നെയുണ്ട്, ഇതല്ലാതെ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നോക്കാം. ഇത് എന്താ പറയുക, നമ്മൾ പണ്ടേ കാണുന്ന ഒരു കാറിൽ സെഡാൻ കാറ്റഗറിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാറാണ് സിറ്റി എന്ന് പറയുന്നത്. പല പല മോഡൽ ഇറക്കി സിറ്റി. ഇപ്പോൾ ജനറേഷൻ ഏതാണെന്ന് പറയാൻ കൂടി എനിക്ക് ഓർമ്മയില്ല, കാരണം ഏതോ കാലം തൊട്ട് കാണുന്നുണ്ട് പല സിറ്റി, പല ഇതിൻ്റെ എല്ലാ സിറ്റിക്കും ആവശ്യക്കാരുണ്ട്. എല്ലാ സിറ്റിക്കും മോഡലിന് ആവശ്യക്കാരുണ്ട്. അതാണ്. അപ്പോൾ ഇത് 2018 ചോദിക്കുന്ന റേറ്റ് 8,75,000 രൂപ. 8.25 ലക്ഷം രൂപയ്ക്ക് 2018 ലോ കിലോമീറ്റർ ഓടിയ ഒരു അടിപൊളി പെട്രോൾ സിറ്റിയാണ്. V ആണ് ഓപ്ഷൻ വരുന്നത്. 2 വർഷം വാറണ്ടി കൊടുക്കാം. എല്ലാം ഉണ്ട്. ലോൺ എത്ര കയറും? ലോൺ കയറും 75,000 ഉണ്ടെങ്കിൽ ബാക്കി നല്ല സിവിൽ സ്കോറുകളാണ്. ഒരു 75 റുപ്യൻ്റെ ബാക്കി 8 ലക്ഷം ലോൺ കയറും, എടുക്കാൻ പറ്റും. പിന്നെയും ഹോണ്ട. ഹോണ്ട WRV KL1 രജിസ്ട്രേഷൻ പറഞ്ഞോളൂ. 2017 മോഡൽ സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, VS ആണ് വേരിയന്റ് വരുന്നത് കേട്ടോ. ഓക്കെ, മിഡിൽ ഓപ്ഷൻ ആണ്. SMT MT അല്ല, മാനുവൽ 78,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. ആസ്കിങ് വരുന്നത് 6,10,000 രൂപ കൊടുക്കാം. ഓക്കെ, 6,10,000 രൂപയ്ക്ക് അല്ല. 2 വർഷം വാറണ്ടിയും കൊടുക്കാം. നല്ല നീറ്റ് വണ്ടിയാണ്. പെട്രോളല്ലേ? പെട്രോൾ. ഓക്കെ, തന്നെ അലോയ്സ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാ ബേസിക് ഫീച്ചേഴ്സും എയർ ബാഗും എല്ലാം വരുന്ന വാഹനമാണ് അല്ലേ. ഓക്കെ, മൈലേജ് നമ്മൾ സിറ്റീനെ കൊണ്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ എവറേജ് ഒരു മൈലേജ് ഇതിനും ലഭിക്കും. ഇതൊക്കെ ക്ലാസ് വണ്ടികൾ ആ രീതിയിൽ ഹോണ്ടയുടെ വണ്ടികളെല്ലാം എടുത്ത് ഇപ്പോൾ ആളുകൾ കൂടുതൽ ഇങ്ങനെ ചോദിച്ചു. അതായത് ഹോണ്ടയുടെ ഒരു വണ്ടി ഫെയിലായിട്ടില്ല. ഇല്ല. ഏത് മോഡൽ എടുത്തു നോക്കിയാലും അത്യാവശ്യം നല്ല രീതിയിൽ ഇറങ്ങുകയും ചെയ്യും. ഒരു ടെക്നിക്കൽ ഫോൾട്ട് കൊണ്ട് ഹോണ്ടയുടെ ഫെയിലായ വണ്ടി എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നില്ല, എനക്കാറോടാ എൻ്റെ ഓർമ്മയിലില്ല ടെക്നിക്കലി ഫെയിലായ. ഇപ്പോൾ ജാസ് ആളുകൾ നല്ലോണം ചോദിക്കുന്നുണ്ട്, വാങ്ങിക്കുന്നുണ്ട്. WRV വാങ്ങിക്കുന്നുണ്ട്, സിറ്റി, അമേസ്, എല്ലാ വണ്ടികളും. എനിക്കറിയില്ല ഹോണ്ടയുടെ ടെക്നിക്കലി ഫെയിലായി ഇന്ത്യയിൽ ഇറങ്ങിയ വണ്ടി ഉണ്ടോ എന്നുള്ളത്. നിങ്ങൾക്കറിയാമെങ്കിലും ഒന്ന് കണ്ടു, അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടി നോക്കും. അടുത്തത് ടൊയോട്ടയുടെ ഒരു സെഡാൻ വാഹനമാണ്. നമ്മൾ ഹോണ്ടയെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ കാര്യമായിട്ട് പണിയൊന്നും വരാത്തൊരു സെഡാൻ കാറ്റഗറിയാണ്. ടൊയോട്ട യാരിസ് KL22 രജിസ്ട്രേഷൻ വാഹനം അല്ലേ. 2018 മോഡൽ വണ്ടി, സിംഗിൾ ഓണർ ആണ്. 22,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 22,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. പെട്രോൾ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ആണല്ലേ. ഓക്കെ, G വേരിയന്റ്. ഓക്കെ, ബേസിക് എല്ലാ ഫീച്ചേഴ്സും വരും. എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. ബാക്കി ഒരുവിധം ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു നീറ്റാണല്ലേ വണ്ടി. നല്ല നീറ്റ്. അധികം ഓട്ടോ ഓടിയില്ലല്ലോ വണ്ടി, വളരെ കുറഞ്ഞ കിലോമീറ്റർ അല്ലേ ഓടിയിട്ടുള്ളൂ. ഓക്കെ, ലോ കിലോമീറ്റർ വാഹനം. ഓട്ടോമാറ്റിക് എനിക്കൊന്ന് മൈലേജ് കുറച്ച് കുറയും. പക്ഷേ വണ്ടി ഡ്രൈവിംഗ് കംഫർട്ട് 1.5 ആയതുകൊണ്ട് നല്ല ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ട്. പവറും ഓട്ടോമാറ്റിക് പവറും. ഓക്കെ, അവർ മൈലേജ് ഷോട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷേ അങ്ങനത്തെ നോക്കിയിട്ടൊന്നല്ല ഇങ്ങനത്തെ ഒരു വണ്ടി ഒന്നും എടുക്കുക. ഇപ്പം ആളുകൾ കൂടുതൽ ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ വെഹിക്കിൾസ് ഒക്കെ. സെഡാനിൽ ഓട്ടോമാറ്റിക് നോക്കുന്ന സമയത്ത് ചോദിക്കുന്ന വണ്ടികളാണ്, നമുക്ക് പോകുന്ന വണ്ടികളാണ്. സെഡാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലോങ് ഒക്കെ യാത്രയൊക്കെ പോകുന്നുണ്ടെങ്കിൽ യാത്ര ചെയ്യുന്നവർക്ക്, അതായത് ഈ ഛർദി അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ലോങ് പോകുമ്പോൾ, അങ്ങനത്തെവർക്കൊക്കെ ഈ ബോഡി റോളിങ് അധികം കുറവായിരിക്കും വണ്ടിക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവർക്കൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യാൻ പറ്റിയൊരു വണ്ടി സെഡാൻ തന്നെയാണ്. നമ്മളൊരു കോമ്പാക്ട് SUV അല്ലെങ്കിൽ SUV-ലൊക്കെ പോകുമ്പോൾ ബോഡി റോളിങ് നല്ല രീതിയിലുണ്ടാവും. വണ്ടി ഒന്ന് തട്ടിക്കാൻ വെട്ടിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിലുണ്ടാവും. സെഡാൻ കുറച്ച് ഹൈറ്റ് കുറഞ്ഞുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഇത് നമുക്ക് 8 ലക്ഷം രൂപ കൊടുക്കാം. 8 ലക്ഷത്തിന് 2 വർഷം വാറണ്ടിയിൽ 8 ലക്ഷം രൂപക്ക് കൊടുക്കാൻ പറ്റും. ലോൺ എത്ര കയറും? ലോൺ കയറും. ഇതിനൊരു 90% ലോൺ ചെയ്ത് കൊടുക്കാം. ഇത് ഇറങ്ങുമ്പോൾ നല്ല റേറ്റ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. ഇപ്പോൾ 8 ലക്ഷത്തിനൊക്കെ എടുക്കാന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ഉണ്ടാവും. ഓക്കെ, ടൊയോട്ടയുടെ വണ്ടീൻ്റെ കംപ്ലൈൻസ് ഒന്നും അധികം വരില്ല. ഓക്കെ, അടുത്ത വണ്ടിയിൽ ഡസ്റ്റ്ബിൻ എന്ന് വിളിച്ച് കളിയാക്കിയ വാഹനം ഇന്ന് നല്ലോണം മൂവ് ചെയ്യുന്നു. നല്ല രീതിയിൽ മൂവ് ചെയ്തുകൊടുക്കുകയാണ്. അതായത് നമുക്കൊരു SUV ഒന്നും എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു കോമ്പാക്ട് SUV ഒന്നും എടുക്കാൻ പറ്റാത്തൊരു കസ്റ്റമറിനെ ആ ഒരു ചെറിയൊരു ഫീലോട് കൂടി, ഒരു ഹൈറ്റിലൊക്കെ ഇരുന്ന് ഒരു വാഹനം ഓടിക്കുന്ന ഒരു ഫീലോട് കൂടി ഓടിക്കാൻ പറ്റിയ ഒരു സെഗ്മെന്റ് വാഹനമാണ് എസ്പ്രസോ. പറഞ്ഞോളൂ എങ്ങനെ. 2019 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. VX ആണ് വേരിയന്റ് വരുന്നത്. ടോപ്പ് എൻഡ് ആണ്. അല്ല, VXI ആണ് വരുന്നത്. VXI പ്ലസ് അല്ല, VXI ആണ് വരുന്നത്. പ്ലസ്. ഓക്കെ, VXI ആണ് വരുന്നത്. പ്ലസ് വരുന്നുണ്ടല്ലോ ഇല്ല. ഇതിൽ ടോപ്പ് എൻഡ് പ്ലസ് ആണ്. VXI ആണ് വരുന്നത്. ഇതിലിപ്പോൾ സ്റ്റീരിയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. സ്റ്റീരിയോ വരുന്നുണ്ട്. VXI പ്ലസിലാണെങ്കിൽ ഇത് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ടാവും. എയർ ബാഗ് സിംഗിളേ ഉള്ളൂ, ഡ്യുവൽ വരുന്നില്ല. VXI പ്ലസിലാണ് ഇൻഫോർടൈൻമെന്റ് വരും, ഇതും വരും, ഡ്യുവൽ എയർ ബാഗും വരും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. കിലോമീറ്റർ ഹൈലൈറ്റ് ആണ്. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ആകെ. അതെ, അതുകൊണ്ടാണ് നല്ല ടയറാണ്. നല്ല ടയറാണ്. ഓക്കെ, അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ടാവും.
20 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം അല്ലേ? ഓക്കെ. സ്പേസും ഉണ്ട് കേട്ടോ, നമ്മൾ വണ്ടി കാണുമ്പോഴല്ല, അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇറങ്ങിയ സമയത്ത് 3 വാഹനങ്ങൾ മാരുതിയിൽ റിറ്റ്സ്, അതേപോലെ തന്നെ ഇത് ഇഗ്നിസ്, ഈ 3 വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെട്ട 3 വാഹനങ്ങളാണ്. പക്ഷേ റിറ്റ്സ് പിന്നെ നിർത്തി, പക്ഷേ ആ സെക്കൻഡ് ഹാൻഡിന്റെ റിറ്റ്സിന് ഇപ്പോൾ ഡിമാൻഡാണ്. അതാണ് പെർഫോമൻസ് വൈസ് നല്ല ഡിമാൻഡ്. അതേപോലെ ഡിമാൻഡാണ്. ഇഗ്നിസും മാറി, ആ ഒരു ട്രെൻഡ് മാറി, ഇപ്പോൾ നല്ല രീതിയിൽ സ്റ്റോക്കിലുണ്ട് അല്ലേ? ഓക്കെ. ബാക്കി ഇതിന്റെ പ്രൈസിങ് എങ്ങനെയാണ്? ഇത് 4,30,000 രൂപ കൊടുക്കുക. 430 VXi ആണ്, 2 വർഷം വാറണ്ടി, 2 ഇയർ വാറണ്ടി, 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. നല്ല വണ്ടിയാണ്, നല്ലൊരു വാഹനം. ഓക്കെ. ലോൺ ഒരു 4 lakh കിട്ടൂലായിരിക്കും അല്ലേ? 4 lakh കിട്ടും. 30,000 രൂപ വണ്ടി ഇറക്കാം. അടുത്ത വണ്ടി 2 വാഹനമുണ്ട്. ആദ്യം നമുക്ക് ടിയാഗോ ന്യൂ ഷേപ്പാണ്, റെഡ് കളർ, KL 85 രജിസ്ട്രേഷൻ വാഹനം. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2021 വണ്ടി, എക്സെറ്റ് പ്ലസ്, ഫുൾ ഓപ്ഷൻ വണ്ടി, ഏറ്റവും ടോപ്പ് ആണ്. റെഡ് കളർ, ആളുകൾ ചോദിക്കുന്ന കളറാണ്. പിന്നെ കിലോമീറ്റർ ആണ് ഹൈലൈറ്റ്, 9,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ. 2 വർഷം കൊണ്ട് ലോ കിലോമീറ്റർ. 6,25,000 ആസ്കിങ് വരുന്നത്. എക്സെറ്റ് പ്ലസ് 2021, 6,25,000 രൂപയ്ക്ക് 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന ടിയാഗോ സ്വന്തമാക്കാം. 17 റേഞ്ച് ഏകദേശം മൈലേജും വരും. 2 ഇയർ വാറണ്ടി ഉണ്ടാവുമല്ലോ നിങ്ങളെ? 2 ഇയേഴ്സ് വാറണ്ടി. 2021 12 മാസം ലാസ്റ്റിലേക്കാണ് അല്ലേ? ചിലപ്പോൾ കമ്പനി വാറണ്ടി ഉണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കണം. ഇല്ലെങ്കിൽ അത് കുറച്ച് മാസങ്ങൾ കൂടി ഉണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ ഇല്ല, മാസങ്ങളില്ല, കഴിഞ്ഞല്ലോ. ഡിസംബർ എക്സ്റ്റൻഡ് വാറണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ നോക്കി നോക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ വാറണ്ടിയിൽ എല്ലാ പാർട്സും കവേർഡ് ആവും. അതായത് വെറും ലോക്കൽ വാറണ്ടി അല്ല കേട്ടോ, 1 ഇയർ വാറണ്ടി കവറിംഗ് ആവുന്ന വെച്ചാൽ കുറേ പാർട്സ് ഉണ്ട്. സസ്പെൻഷൻ കിട്ടും, ഡ്രൈവ് ഷാഫ്റ്റ് ഉണ്ടാവും, AC കംപ്രസർ ഉണ്ടാവും, ഇലക്ട്രിക്കൽ മൊഡ്യൂൾസ് ഉണ്ടാവും, എഞ്ചിൻ, ഗിയർ ബോക്സ്, പിന്നെ ബ്രേക്കിന്റെ ചില പാർട്സുകൾക്കും വാറണ്ടി കവർ. വാറണ്ടി അത്രയും വാറണ്ടി ആദ്യത്തെ 1 വർഷം കിട്ടുന്നുണ്ട്. സെക്കൻഡിലാണ് പിന്നെ എഞ്ചിനും ഗിയർ ബോക്സ് മാത്രം. ഓക്കെ. പ്രൈസിങ് ഇത് 6,25,000. 6,25,000 പറഞ്ഞു അല്ലേ? അടുത്ത വണ്ടിയിലേക്ക് പോകാം. സാൻഡ്രോ വരുന്നുണ്ട്. 2022 വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. മാഗ്നാണ് വേരിയന്റ് വരുന്നത്. 27,000 കിലോമീറ്റർ ആണ് ആകെ ഓടിയിട്ടുള്ള വണ്ടി. സാൻഡ്രോ ഇപ്പൊ നിർത്തിയില്ല, സാൻഡ്രോ പ്രൊഡക്റ്റ് നിർത്തിയിട്ടുണ്ട്, പക്ഷേ എൻക്വയറി ഉള്ള വണ്ടിയാണ്. 4 സിലിണ്ടർ വണ്ടിയാണ് വരുന്നത്. 4 സിലിണ്ടർ, അതായത് നമ്മൾ ഈ ഒരു ചെറിയ കാറ്റഗറിയിലേക്ക് പോകുമ്പോൾ അധികം 3 സിലിണ്ടർ ആണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ അത് കുറച്ചകത്തേക്ക് വന്നോളൂ. 3 സിലിണ്ടർ ആണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ അതിൽ 4 സിലിണ്ടർ വരുന്നൊരു വാഹനമാണ്. 1.1 ആണോ വരുന്നത്? ഇത് 1.1 ലിറ്റർ മൈലേജ് ഉണ്ടാവും. എങ്ങനെയായാലും 10-17 മൈലേജ് കിട്ടുമായിരിക്കും. പിന്നെ ഹ്യൂണ്ടായിന്റെ വണ്ടിയാണ്, കുറേ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഫീച്ചേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. നല്ല ഡിസൈനും ആയിരിക്കും, ഇഷ്ടപ്പെടുന്ന ഡിസൈനും ആയിരിക്കും മൊത്തത്തിൽ. ഓക്കെ. ടയേഴ്സ് ഉണ്ട്, കുഴപ്പമില്ല. നിർത്തുന്ന സമയം ഡിസ്കണ്ടിന്യൂ ആവുന്ന ടൈമിൽ ഇറങ്ങിയ വണ്ടി 22 മോഡൽ, 22 1 വർഷം പഴക്കം. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് മാഗ്ന. ഓക്കെ. പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ എല്ലാം ഉണ്ടാവും. ഒക്കെ വരും. സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം, റിയർ AC വെന്റ് വരും, എല്ലാം ഉണ്ടല്ലോ. ഓക്കെ. റേറ്റ് വരുന്നത് 4,90,000 രൂപ. 4,90,000-ന് 2022 വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. അപ്പോൾ ഒരു ചെറിയ നിങ്ങളൊരു ഫാമിലി പർപ്പസിനൊക്കെ ഒരു ചെറിയ വണ്ടി നോക്കുന്നതിനെ കണ്ണും പൂട്ടിയെടുക്കാൻ പറ്റിയൊരു വണ്ടി. ഇതിനൊക്കെ എന്താ വെച്ചാൽ മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു 4-5 കൊല്ലത്തെ പെട്ടെന്ന് മെയിൻ്റെനൻസ്, കറക്റ്റ് സർവീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രോപ്പർ ഒരു സർവീസ് ചെയ്ത് പോയാൽ വലിയൊരു കോസ്റ്റ് ഒന്നും വരുള്ളൂ. 4,000-5,000 രൂപയ്ക്കൊക്കെ കമ്പനി നിങ്ങൾക്ക് സർവീസ് ചെയ്തെടുക്കാനും പറ്റും അല്ലേ? ഓക്കെ. അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക്. ടിയാഗോ KL 17 രജിസ്ട്രേഷൻ വാഹനമാണ്. 2019 വണ്ടി, XM ആണ് വരുന്നത്. മിഡിലിന്റെ തൊട്ട് സെക്കൻഡ് ഓപ്ഷൻ, ബേസിന്റെ മേലെ വരുന്ന ഓപ്ഷനാണ്. പക്ഷേ പവർ വിൻഡോ എല്ലാം വരും. ഓക്കെ. സ്റ്റീരിയോ എല്ലാം ഉണ്ടാവും. സ്റ്റീരിയോ വരും. സ്റ്റീരിയോ ഇപ്പോൾ ഇതിന് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ക്യാമറ ചെയ്താണ് അഡീഷണൽ. 2019 സിംഗിൾ ഓണർ, 30,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ. ഓക്കെ. നല്ല വൃത്തിയുള്ള വണ്ടിയാണ്, നല്ല നീറ്റ് വണ്ടി. പഴയ ഷേപ്പാണ്. 20-ന് ശേഷമാണ് 20-ന് ശേഷമാണ് ഷേപ്പ് വരുന്നത്. തൊട്ട് മുന്നുള്ളത്. പക്ഷെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വണ്ടിയാണ്. എടുക്കുന്ന കസ്റ്റമേഴ്സിന് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി, പിന്നെ അത്യാവശ്യം സേഫ്റ്റി, അത്യാവശ്യം മൈലേജ് എല്ലാം കൊണ്ടും ഇണങ്ങിയ ഒരു വണ്ടിയാണ്. സുഖമായിട്ട് എടുക്കാൻ പറ്റിയ ഒരു വാഹനം. മെയിൻ്റെനൻസും അങ്ങനെ ബാധിക്കുന്നില്ല. ഒരു 17 റേഞ്ച് മൈലേജും കിട്ടും. എത്രയാണ് ഇപ്പോൾ നമുക്ക് നെറ്റ് റേറ്റ്? 4,40,000 രൂപ കൊടുക്കാം. 4,45,000. ഓക്കെ. ഗോൾഡ് കോയിനും കൊടുക്കാം. ഗോൾഡ് കോയിൻ ഉണ്ടാവും അതിൽ. അതേപോലെ തന്നെ 2 ഇയർ വാറണ്ടി എല്ലാം കിട്ടും. ഓക്കെ. ലോൺ എത്ര കയറും? ലോൺ കയറും. ഇതിനൊരു 40,000 രൂപയുടെ ബാക്കിയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ചെയ്യാൻ പറ്റും. ചെറിയ ബഡ്ജറ്റിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഓക്കെ. i10 നിയോസ് ആണ്. ഹ്യുണ്ടായി KL 11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. ടോപ്പ് ആണോ ഇത്? ടോപ്പ് ആൻഡ് ആസ്റ്റ ആണ് വേരിയന്റ് വരുന്നത്. ആസ്റ്റ. ഓക്കെ. പറഞ്ഞോളൂ. 2020 മോഡൽ. 2020 ആസ്റ്റ ഫുൾ ഓപ്ഷൻ സെക്കൻഡ് ഓണർ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ്. 40,000 കിലോമീറ്റർ. 40,000. 2020 അല്ല പറഞ്ഞത്? 20 മോഡൽ. 3 വർഷം കൊണ്ട്. അപ്പോൾ വലിയ ഓട്ടമല്ല. ഓക്കെ. എല്ലാ ഫീച്ചേഴ്സും വരും. ഇത് സീറ്റ് കവർ വരുന്ന കമ്പനി കവർ തന്നെയാണ്. ഇത് കമ്പനി സീറ്റ് കവർ. പക്ഷേ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലേ, ഒരു വേറൊരു ലുക്കാണ് അത്. ഓക്കെ. ഒരു പ്രീമിയം
പിന്നെ ആസ്റ്റയിൽ ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ്, അതേപോലെ ആണ് ഫീച്ചേഴ്സ് വാരിക്കോരി കൊടുക്കാൻ പോലെ. ഓക്കെ, ഇതിൻ്റെയൊക്കെ ബേസിലൊക്കെ നല്ല ഫീച്ചേഴ്സ് ആണ്. സാധാരണ ഫീച്ചേഴ്സ് തീരെ കൊടുക്കാതെ മാരുതിയാണ്. ഒരു ബേസ് മോഡലൊക്കെ എടുക്കുന്ന 2 ഡോർ പവർ വിൻഡോ കൊടുക്കും, ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ബാക്കി ഇതൊക്കെ എല്ലാ ഫീച്ചേഴ്സും ബേസിക് വേണ്ട എല്ലാം കൊടുക്കുന്നതാണ്. എല്ലാം ഉണ്ട്. ഓക്കെ, AC വെൻ്റൊക്കെ നല്ല രസമാണ്. അതിൻ്റെ ഡിസൈനൊക്കെ ഡിസൈൻ ഒന്നും പറയില്ല, ഡിസൈനിൽ തന്നെ പിടിച്ചിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഉണ്ട്. ഓക്കെ, നമുക്ക് 6,65,000 രൂപ കൊടുക്കാം. 2020 6,65,000 ആസ്റ്റയാണ്. 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ, മൈലേജ് ഒരു 13, 16, 17 വരെ കിട്ടും. 15 അറൗണ്ട് പറയാം, ഏകദേശം ഒരു ആവറേജ് പറയാം. ഓക്കെ, 15 അത്രയേ ഉള്ളൂ. വാറണ്ടി ഉണ്ടല്ലോ, 2 വർഷം വാറണ്ടി കൊടുക്കാം, എല്ലാം ഉണ്ട്. ഓക്കെ, അടുത്ത i20 ആക്റ്റീവ് ആണ്. ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് ആണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. ക്രോസ് ഓവർ ഒരു ക്ലാഡിങ്ങും കാര്യങ്ങളൊക്കെ സൈഡിൽ വരും. അതേപോലെ തന്നെ റൂഫ് റെയില്. പിന്നെ i20യേക്കാൾ കുറച്ചും കൂടെ വെയിറ്റ് വരുന്നൊരു സെഗ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും നമുക്ക്. അത്യാവശ്യം ഒരു എന്താ പറയുക, കുറച്ചൊരു ഓഫ് റോഡൊക്കെ കയറേണ്ടി വന്നാലും i20യേക്കാൾ കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാണ് ഡീറ്റെയിൽ. 2015 മോഡല്, സെക്കൻഡ് ഓണറാണ്, 72,000 കിലോമീറ്റർ. ഓക്കെ, നമുക്ക് 480 നെറ്റിന് ചെയ്ത് കൊടുക്കാം. 4,80,000 2015 ടോപ്പ് എന്നാന്ന് തോന്നുന്നില്ല. 1 വർഷം ഹെഡ്ലാമ്പ് എല്ലാം വരുന്നുണ്ട്. പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഫോൾഡിങ്, എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവറും ചെയ്തിട്ടുണ്ട്, ഡീഫോഗർ ഒക്കെ വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. ഫോഗ് ലാമ്പ് എല്ലാം ഉണ്ട്. ലോൺ എത്ര കയറുമല്ലേ? ലോൺ കയറും. ഒരു ഇതിനൊക്കെ ഒരു 60-70 ഒക്കെ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ലോൺ ചെയ്ത് കൊടുക്കും, ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ 15 വണ്ടിയാണ്. അത്യാവശ്യം മൈലേജ് കുറച്ച് കുറയും. കാരണം എന്ന് വെച്ചാൽ i20 പോലെ തന്നെ ഏകദേശം ഒരു 12-14 റേഞ്ച് മൈലേജ് കണ്ടാൽ മതി, അത്രയും കണ്ടാൽ മതി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു കിഡ് തന്നെയാണ്. KL 58 തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2019 വണ്ടി, ഫസ്റ്റ് ഓണർ വണ്ടി, കിലോമീറ്റർ 52,000 കിലോമീറ്റർ. ഓക്കെ, നമുക്ക് RX വേരിയന്റ് വരുന്നത് കേട്ടോ, മിഡിൽ ഓപ്ഷൻ ആണ്. 2,95,000 ചെയ്ത് കൊടുക്കാം. 2,95,000 രൂപയ്ക്ക് 2019 കിഡ് 800cc വാഹനം സ്വന്തമാക്കാം. 18-20 റേഞ്ച് മൈലേജ് കിട്ടൂല. 2 ഇയേഴ്സ് എല്ലാ പാർട്സും വാറണ്ടി വരും. എല്ലാ പാർട്സും വാറണ്ടിയും കിട്ടുന്നുണ്ട്. ധൈര്യമായിട്ട് എടുക്കാം. അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ നല്ലൊരു വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നോക്കി എടുക്കാൻ പറ്റിയൊരു വാഹനം, ധൈര്യമായിട്ട് എടുക്കാം. ഓക്കെ, ടയേഴ്സും അത്യാവശ്യമുണ്ട്. ഓക്കെ, നെക്സോണിന് ശേഷം ഇന്ത്യയിലെ 5 സ്റ്റാർ അൾട്രോസ് ആണ്. ടാറ്റയുടെ അൾട്രോസ് KL 1 രജിസ്ട്രേഷൻ വാഹനം. ഇത് ടോപ്പ് ഉണ്ടല്ലോ അല്ലേ? അല്ല, XT ഓപ്ഷൻ. XT ഓപ്ഷനാണ്. XT ഓപ്ഷനിൽ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. മിറർ ഫോൾഡിങ് വരും, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ക്യാമറ, അലോയ് വീൽ ഒഴിച്ച് ബാക്കി എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അത്രയേ ഉള്ളൂ. 2021. ഓക്കെ, പറഞ്ഞോളൂ. 2021 XT സിംഗിൾ ഓണറാണ്. 23,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2 വർഷം കൊണ്ടല്ല? 2 വർഷമാണ്. വലിയ ഓട്ടോ ഓടിയില്ല. ഇല്ല, നോർമലാണ്. നമ്മുടെ റേറ്റ് വരുന്നത് 6,60,000 രൂപ കൊടുക്കാം. 6,60,000 2021 അൾട്രോസ് XT നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനം തന്നെയാണ്. നല്ല വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ മൈലേജ് ഒരു 15 വരെയൊക്കെ കണ്ടാൽ മതി, 15 റേഞ്ച് കണ്ടാൽ മതി മൈലേജ്. പക്ഷേങ്കിൽ ഓടിക്കാൻ നല്ല രസമായിരിക്കും അല്ലേ? നല്ല സ്പേസും ഉണ്ടാവും ഉള്ളിൽ, നല്ല സ്പേസും ഉണ്ട്. ധൈര്യമായിട്ട് നമുക്ക് ആ സേഫ്റ്റിൻ്റെ ഇതുള്ളതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസ് ഓടിക്കുന്നതിൽ കിട്ടുകയും ചെയ്യും അല്ലേ? ഓക്കെ, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല കേട്ടോ, നല്ല വണ്ടിയാണ്. ക്ലീൻ വാഹനം അല്ലേ? ക്ലീൻ. ഓക്കെ, വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നും ചെയ്യാൻ. 2 വർഷം ബാക്കി നിങ്ങൾ എല്ലാ വണ്ടിയും എടുക്കുമ്പോൾ പോളിഷ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് കൊടുക്കുമല്ലോ? വാഷിംഗ് സർവീസ് ഒക്കെ ചെയ്തിട്ട് വണ്ടി കൊടുക്കും. ഒരു ന്യൂ കാർ ഇറക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ഇറക്കി തരും. അതേ ഫീൽ ഇറക്കാം. അപ്പോൾ നല്ല ടയേഴ്സ് ഉണ്ട്. അടുത്ത വണ്ടി നമ്മൾ തുടക്കത്തിലൊരു ബോളോ കാണിച്ചിരുന്നു, വീണ്ടും ഒരു ബോളോ ആണ്. KL 32 ചേർത്തല രജിസ്ട്രേഷൻ വാഹനമാണ്. പറഞ്ഞോളൂ എങ്ങനെ ഡീറ്റെയിൽ. 2015 മോഡല്, സെക്കൻഡ് ഓണർ, കംഫർട്ട് ലൈൻ ആണ് വണ്ടി വരുന്നത്. സെയിം ആണല്ലേ ആദ്യം കണ്ടത്? ഓക്കെ, സെയിം തന്നെ. 92 ഓടിയിട്ടുണ്ട്, 90 ഓടിയിട്ടുണ്ട് വണ്ടി. 90,000 പെട്രോൾ ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ തന്നെ. നമുക്ക് നെറ്റ് റേറ്റ് 4,70,000 രൂപ നെറ്റ് കൊടുക്കാം. 4,75,000 2015 കംഫർട്ട് ലൈൻ പോളോ നെറ്റ് റേറ്റ് ആണ്. ഓക്കെ, വാറണ്ടി ഉണ്ടാവും, 1 വർഷം വാറണ്ടിയും കൊടുക്കാം. 1 ഇയർ. എഞ്ചിനും ഗിയർ ബോക്സിനും 1 വർഷം വാറണ്ടി. നിലവിൽ വേറെ പണികളൊന്നുമില്ലല്ലോ? ഒന്നുമില്ല. നല്ല വണ്ടി അത്, നീറ്റ് വാഹനം. താല്പര്യമുണ്ട് എന്തായാലും കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു ഓട്ടോമാറ്റിക് വാഹനം നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു പവറുള്ള ഒരു ഓട്ടോമാറ്റിക് വാഹനം. i10 ഗ്രാൻഡ് ആണ്. KL 3 രജിസ്ട്രേഷൻ. പറഞ്ഞോളൂ. 2014 വണ്ടി, ആസ്റ്റ ഓപ്ഷൻ. അന്ന് ഇറങ്ങിയ ടോപ്പ് ആസ്റ്റ ഓപ്ഷൻ ആണ്. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വാഹനമാണ്. ഓട്ടോമാറ്റിക് ആണ്. പുഷ് ബട്ടൺ അല്ലേ വരുന്നത്? പുഷ് ബട്ടൺ വരും. അലോയ് വീല് എല്ലാം വരും. മുന്നത്തെ 2 ടയർ പുതിയ ടയറാണ്. ഓട്ടോമാറ്റിക് AT ആണ് വരെ, MT അല്ല? AT വരും. അങ്ങനെ പുറകോട്ടേക്ക് ഇറങ്ങത്തൊന്നുമില്ല. കയറ്റത്തിലൊക്കെ നിർത്തിയിട്ടാലും പുറകോട്ടേക്ക് ഇറങ്ങത്തില്ല. ഹിൽ അസിസ്റ്റ്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് എല്ലാം ഉണ്ട്. ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം ഇല്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. 80,000 ഓട്ടോ ഓടിയിട്ടുണ്ട്. ഓക്കെ, 4 ലക്ഷം രൂപ ആണ് ആസ്ക് ചെയ്യുന്നത്. നമുക്ക് എന്താ ചെറിയ രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കാം.
4 lakhs ആസ്കിങ്, ഫൈനലാക്കിയിട്ട് ചെയ്യാൻ പറ്റും? ചെയ്ത് കൊടുക്കാം, നമുക്ക് ചെയ്യാം. 390 ഒക്കെ ചെയ്ത് കൊടുക്കാം, ഫൈനലാക്കിയിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്, ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് കാറ് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ക്രെറ്റയാണ്, KL 39 രജിസ്ട്രേഷൻ ക്രെറ്റ. എങ്ങനെ ഡീറ്റെയിൽ? 2016 SX Plus. ഓക്കെ, ഓപ്ഷനിൽ തൊട്ട് താഴെ. സിംഗിൾ ഓണർ വണ്ടിയാണ്, 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്, പെട്രോളാണ്. വണ്ടിയുടെ റേറ്റ് വരുന്നത് 8 ലക്ഷം രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ഓക്കെ, 8 lakhs നെഗോഷ്യബിൾ ഉള്ളത്? ഒരു 790 റേഞ്ചിലൊക്കെ നമുക്ക് കൊടുക്കാം. പിന്നെ വണ്ടി നല്ല വണ്ടി, നീറ്റാണ്. 2 year വാറണ്ടി എല്ലാം ഉണ്ടല്ലോ? 1 വർഷം വാറണ്ടി കിട്ടും. 2016 ആയതുകൊണ്ട് 1 വർഷം വാറണ്ടി. ഓക്കെ ഓക്കെ ഓക്കെ, ഇയർ പഴയതാണ്. ഒരു ജീവാഗൺ പോകും. ഓക്കെ, അപ്പോൾ ഇതൊരു SUV സെഗ്മെന്റിൽ കൂടുതൽ മൂവ് ചെയ്യുന്ന, അപ്പോൾ ക്രെറ്റൊക്കെ അത്യാവശ്യം ആൾക്കാർ എടുക്കുന്ന വണ്ടിയാണ്. തീർച്ചയായും നല്ല പോകുന്ന വണ്ടിയാണ്. പോകുന്നുണ്ട്. ഹ്യുണ്ടായില് നല്ല മൂവിംഗ് ഉള്ള ഒരു ഓക്കെ. പിന്നെ നമ്മുടെ ഇനി ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിക്കാൻ വിചാരിച്ചത് 4-5 വണ്ടിയും കൂടി ഉണ്ട്. ഇപ്പോൾ വെൻഡോ അങ്ങനെ കുറേ വണ്ടികളുണ്ട്, പക്ഷെ അത് സർവീസിന് പോയതുണ്ട്, പിന്നെ വാഷിങ്ങിന് പോയ വണ്ടികളുണ്ട്. അതുകൊണ്ട് കാണിക്കാൻ വീഡിയോ ഇപ്പോൾ കാണിച്ചാൽ ചിലപ്പോൾ വൈകുന്നേരം വരെ നമ്മൾ വീഡിയോ ചെയ്യേണ്ടി വരും, അത്രയും വണ്ടികളുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ 2-3 വണ്ടികൾ കുറയ്ക്കുന്നുണ്ട്. അതിന്റെ സ്റ്റോക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലും വെൻഡോ വരുന്നുണ്ട്, ടിയാഗോ ഉണ്ട്, അതേപോലെ i20 വരുന്നുണ്ട്. വെൻഡോ ഡീസലാ? വെൻഡോ ഡീസൽ ഉണ്ട്. 2014 മോഡൽ ഉണ്ട്. വീണ്ടും പോളോ തന്നെ വീണ്ടും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. പിന്നെ ഡസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പുറത്താണ്. ഓക്കെ, എന്തായാലും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് ചെയ്താൽ മതി. കസ്റ്റമറിന് ഏത് വണ്ടിയാണ് ആവശ്യമുള്ളത് വെച്ച് കസ്റ്റമർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വീഡിയോ നമുക്ക് എല്ലാ വണ്ടിയും കാണിക്കാൻ പറ്റുന്നില്ല. കസ്റ്റമറിന് ആവശ്യമുള്ള വണ്ടി അവർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽസ് കൊടുക്കാൻ പറ്റും. എല്ലാ സെഗ്മെന്റും ഇവിടെ ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് കോർണറിൽ ടോപ്പിൽ കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. ഷാഹിദിൻ്റെ നമ്പർ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണ് നിങ്ങൾ കമൻറ്റുകളിൽ രേഖപ്പെടുത്താൻ വിട്ടുവരുത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ നേർന്നേക്കും. നമ്മൾ അടുത്ത മാസമല്ലേ കാണത്തുള്ളൂ. ഗോൾഡ് കോയിൻ ഓഫറും ഉണ്ട്, മറക്കണ്ട. എല്ലാവർക്കും ഗോൾഡ് കോയിൻ കിട്ടും, പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഗോൾഡ് കോയിൻ കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ.